ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി പ്രേക്ഷക ലക്ഷങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതലായി അറിയേണ്ടത് ഈ ആഴ്ചയിൽ ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ബിബി ഹൗസിനോട് വിട പറയുക എന്നുള്ളതാണ്. ഏകദേശം ഷൂട്ടുകൾ അവസാനിക്കാറായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: അൻസിബ പുറത്തായിരിക്കുന്നു, ഒപ്പം അപ്സരയും പുറത്തായിരിക്കുന്നു എന്നുള്ളത്. ഈ വാർത്തകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് അൻസിബയെ സംബന്ധിച്ചിടത്തോളം അൻസിബ ഈ വീക്കെൻഡിൽ പുറത്തു പോകാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഈ പോക്ക് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ 5 എത്തിപ്പെടുവാനുള്ള സാധ്യതയും അൻസിബയുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നോറയുമായിട്ടുണ്ടായ ആ ഇഷ്യൂസിൽ വളരെ കൃത്യമായിട്ട് അൻസിബയ്ക്ക് ബഹുജന പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നോറയോട് പണ്ട് തന്നെ പ്രേക്ഷകർക്ക് കലിപ്പാണ്. ഇപ്പോൾ അൻസിബ പരസ്യമായിട്ട് നോറയ്ക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് മാത്രമല്ല, 2 ദിവസമായിട്ട് നോറയെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് അൻസിബയുടെ കട്ടിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. പരദൂഷണം എന്നുള്ള രീതിയിലാണ് ഇതിനെയൊക്കെ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു പരത്തുന്നതെങ്കിലും വസ്തുതകൾ എന്ന രീതിയിൽ അംഗീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും നമുക്ക് ചുറ്റുപാടുമുണ്ട്. അത് നന്നായിട്ട് നമുക്കറിയാം. ഇന്നലെ രാവിലെ തുടങ്ങിയ ഈ ഒരു സംസാരം രാത്രി 1 മണിക്ക് ഞാൻ ലൈവ് ഓഫ് ചെയ്യുന്ന സമയത്തും കട്ടിലിൽ ഋഷിയുമായിട്ട് സംസാരിക്കുക. പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ പറയുവാൻ. അവൾ എൻ്റെ കയ്യിൽ നിരന്ന് മേടിച്ചതാണ്, ഞാനത് പറഞ്ഞതാണ്, നെഗറ്റിവിറ്റി ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോറയ്ക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളത് ഈ കണ്ടന്റുകളാണ്. കണ്ടന്റ് മേക്കേഴ്സ് ആരാണോ അവരെ അവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി ഒരു പക്ഷേ വോട്ട് കുറഞ്ഞു പോയാൽ പോലും ചില്ലറ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ബിഗ് ബോസ് പിടിച്ചു നിർത്തും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അൻസിബ ഈ വീക്കിൽ പുറത്താകുന്നു എന്നുള്ളത്. അൻസിബയ്ക്കെതിരെ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അൻസിബ എന്ന ഗെയിമർ അവിടെ നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. കാരണം അൻസിബയൊക്കെ അവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനുള്ള കണ്ടന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. വായി പൊളിക്കാത്ത ആൾക്കാർ അവിടെ ഇരുന്നത് കൊണ്ട് നമ്മൾ ഏത് വീഡിയോ ചെയ്യാനാണ്, എന്ത് പറയാനാണ്? അതുകൊണ്ട് അൻസിബ അവിടെ നിൽക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. അൻസിബ ഫൈനൽ 5 എത്തണം, കപ്പും അടിക്കണം, നല്ല കാര്യം തന്നെയാണ്. രണ്ടാമത്തെ മറ്റൊരു വാർത്ത ഇതാണ്: അപ്സര പുറത്തായിരിക്കുന്നു എന്നുള്ളത്. അത് ഏകദേശം നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. ഈ വീക്കിൽ അപ്സര പുറത്തു പോകും എന്ന് തുടക്കം മുതലേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പുറത്താകേണ്ട ആളായിരുന്നു. ഈ ആഴ്ചത്തേക്ക് ജീവശ്വാസം വീണ് കിട്ടിയിരിക്കുകയാണ്. അപ്സര പുറത്തായിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നു. അത് വിശ്വസനീയമായ വാർത്ത തന്നെയാണ്. അപ്സര പുറത്തു പോകുന്നതിൽ യാതൊരു തരത്തിലും ആർക്കും അത്ഭുതം തോന്നാൻ സാധ്യതയില്ല. വോട്ട് വളരെ കുറവ് അപ്സരയ്ക്ക് തന്നെയാണ്.